ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ എവിക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. മുൻ സീസണുകളിൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു നാലാമത്തെ സീസണിൽ വരെ കുഴപ്പമില്ലായിരുന്നു. നാലാമത്തെ സീസണിൽ മികച്ച എവിക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എവിക്ഷനിൽ മികച്ച കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒരു ത്രില്ലിംഗ് ആയിട്ട് സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള എവിക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. വെറുതെ ഒരു കാർഡ് എടുത്ത് കാണിച്ചിട്ട് യു ആർ എവിക്റ്റഡ്, ഇങ്ങ് പോരെ, എൻ്റെ അടുത്തേക്ക് വരാം, നിങ്ങളാണ് എവിക്റ്റ് ആയിരിക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്ന ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടാണ് സീസൺ 7-ലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു സീസൺ 4 വരെ ഉണ്ടായിരുന്ന പല എവിക്ഷൻ മെത്തേഡുകളും, അതായത് ഒരു ടാസ്ക് വഴി നടത്തുന്ന എവിക്ഷൻ മെത്തേഡൊക്കെ സീസൺ 7-ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്നോണം നമുക്ക് ഇന്നലത്തെ ഒരു എവിക്ഷനും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ ആ സ്റ്റോർ റൂമിലേക്ക് എന്തോ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. സഡൻ ആയിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ സരിക കയറി പോകുകയും അന്നേരമാണ് അറിയുന്നത്, നമ്മുടെ ടാസ്ക് ലെറ്റർ പോലെ ഒരു സംഭവം എടുത്ത് വായിക്കുമ്പോഴാണ് എവിക്റ്റ് ആയി എന്നറിയുന്നതും. നമ്മുടെ ഒരു അലാറം അടിച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തുനിന്ന് ആള് വന്ന് സരികിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇന്ന് രണ്ടാമത് ശാരികയുടെ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെ ഒരു ടാസ്ക് ഒക്കെ, ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് എവിക്ഷൻ നടത്തുന്നത്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എവിക്ഷനുകളും സസ്പെൻസും ത്രില്ലിങ്ങും ആയിട്ടുള്ള എവിക്ഷൻ പ്രോസസ്സുകളും ടാസ്കുകളും നടത്തി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വെറുതെ ഒരു എവിക്ഷൻ കാർഡ് ഒക്കെ എടുത്തു കാണിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുന്നതിലും ബെറ്റർ അതായിരിക്കും. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. ഇത് തന്നെയല്ലേ ബെറ്റർ? ഇതുപോലെ ടാസ്കുകൾ നടത്തി എവിക്റ്റ് ചെയ്യുന്നതല്ലേ ബെറ്റർ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.